ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വലിയ നോമ്പിനൊരുക്കമായിട്ടുള്ള ഈ ധ്യാനത്തിൽ 5 ദിവസം ഈ സമയം നാം ദൈവത്തിൻ്റെ മുമ്പിൽ ചെലവഴിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാനും ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാനും ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ള കൃപ യാചിക്കാനും കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തിയ ബലഹീന പാപ നിമിഷങ്ങളെയും അനുഭവങ്ങളെയും ഓർത്ത് മാപ്പ് പറയാനും ഒക്കെ ആയിട്ട് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസങ്ങളെ പ്രതി നമുക്കവിടത്തേക്ക് നന്ദി പറയാം. സങ്കീർത്തനം 86:12 ഒരു വചനമുണ്ട്. എൻ്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയുക. നമുക്ക് പല വിധത്തിൽ നന്ദി പറയാം. ഇപ്പോൾ നിങ്ങളോട് വചനം പ്രസംഗിക്കാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും സ്തോത്രഗീതം ആലപിക്കാനും കൃപ നൽകിയതിനെ ഓർത്ത് എനിക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതേസമയം തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ, ഒരു ഇച്ഛാഭംഗമുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തിന് നന്ദി പറയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഒരു നന്ദി പ്രകാശനമായിരിക്കുകയില്ല. ഞാൻ എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച്, പൗരോഹിത്യ ജീവിതം, പൗരോഹിത്യ വരം, പൗരോഹിത്യ ജീവിതത്തിലൂടെയുള്ള ശുശ്രൂഷകളെക്കുറിച്ച് ദൈവത്തിന് നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും പലതവണ നന്ദി പറയണം. ഓർമ്മ വരുമ്പോഴൊക്കെ നന്ദി പറയണം. കുടുംബജീവിതം നയിക്കുന്നവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും അവരുടെ കുടുംബജീവിതത്തെ പ്രതി, അവരുടെ കുടുംബാംഗങ്ങളെ പ്രതി പേരെടുത്തു പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സന്യസ്തരെ സംബന്ധിച്ചിടത്തോളം സന്യാസ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ അവർക്കുണ്ടായിരിക്കാം. സമൂഹ ജീവിതത്തിൻ്റെ ഒത്തിരി നൊമ്പരങ്ങളോ ചില ഞെരുക്കങ്ങളോ പീഡകളോ ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ലോകത്തിൽ നിന്ന് അവർക്ക് പല ഞെരുക്കങ്ങളും ഉണ്ടായി എന്ന് വരാം. അവരുടെ തന്നെ വ്യക്തിത്വം അല്ലെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതി, പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ടെമ്പറമെൻറ്റ്, അതൊക്കെ അവരെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഇത് ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും, മാർപ്പാപ്പ അടക്കമുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമായൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള കുറവുകളെ പ്രതി, ഇല്ലായ്മകളെ പ്രതി, വല്ലായ്മകളെ പ്രതി, വേദനകളെ പ്രതി, തകർച്ചകളെ പ്രതി, നൊമ്പരങ്ങളെ പ്രതി ഞാൻ പരാതിയും പരിഭവവും ഉള്ളവനാണ്. ദൈവത്തോട് അതിനെക്കുറിച്ച് എനിക്ക് പരാതി ഉണ്ട് എങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെയുള്ള നന്ദി പ്രകാശനം അസാധ്യമായിട്ട് വരും. പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുക എന്ന് പറയുന്നത് സാഹചര്യം എന്തും ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ പൗലോസ്ലീഹായും സീലാസും പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ദുരാത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയിൽ നിന്ന് ദുരാത്മാവിനെ പരിശുദ്ധാത്മ ശക്തിയാൽ പൗലോസ്ലീഹ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടം ബഹളമുണ്ടാക്കി അവസാനം അധികാരികൾ അവരെ പിടിച്ച് ജയിലറയ്ക്കുള്ളിൽ ആമം വെച്ച് കിടത്തിയിരിക്കുമ്പോൾ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തെ അനുസരിച്ചിട്ടും ഇതുപോലെ സഹനം വന്നല്ലോ എന്നുള്ള നൊമ്പരത്തോടു കൂടിയല്ല. ഈ സഹനത്തിലൂടെയും നന്മ ഉളവാക്കുന്ന ദൈവം അത് ഉളവാക്കാനുള്ള വഴി തുറക്കട്ടെ, വാതിൽ തുറക്കട്ടെ എന്നുള്ള മനോഭാവത്തോടെയായിരുന്നു. നമ്മുടെ സ്തുതിപ്പും ആരാധന അങ്ങനെയായിരിക്കണം. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിനു മുമ്പിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ, ആരാധിക്കാൻ സാധിക്കട്ടെ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഈശോരാജനെഴും നല്ലും മധുര മനോഹര നിമിഷമിതാ സ്വർഗം ഭൂവിലിറങ്ങുന്നു. ഹല്ലേലൂയ ഹൃദയപൂർവ്വം നമുക്ക് സ്തുതിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിച്ച് പാടാം. കാൽവരി മലയുടെ നെറുകയിൽ നിന്ന് ഒഴുകിയ സ്നേഹ പെരുനദിയിൽ ഞങ്ങൾ സൗഖ്യം നുകരുന്നു. ഹല്ലേലൂയ ഈശോയെ നന്ദി. ഹല്ലേലൂയ നന്ദി. മാനവരാശിയെ നൽകുന്നു, ജനകോടികളെ നൽകുന്നു, അവരെ നിൻ പ്രിയരായി മാറ്റണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചന പെരുമഴ പെയ്യട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ, ദൈവകൃപയാൽ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗപീഡയാൽ വലയുമ്പോൾ, നൊമ്പരമിവരെ അലട്ടുമ്പോൾ, തമ്പുരാനെ നീ വരണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപകടങ്ങൾ പൊറുക്കണമേ, അപരാധങ്ങൾ ക്ഷമിക്കണമേ, നവചൈതന്യം നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുദിന ക്ലേശ കുരിശുകളും മനസ്സിൻ മുറിവിൻ നൊമ്പരവും എല്ലാം അങ്ങിലണയ്ക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളെ അങ്ങേക്കേകുന്നു, പൂർണ്ണമായി അങ്ങേക്കേകുന്നു, കൈക്കൊള്ളണമേ ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
hallelujah, 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 hallelujah. അന്ധകാരം മാറട്ടെ, സ്വർഗ വെളിച്ചം നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. ഹല്ലേലൂയ, hallelujah, hallelujah, അഭിഷേകം നിറയട്ടെ. അനുഗ്രഹം, അഭിഷേകം, ശക്തി, ജീവൻ നിറയട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, ദൈവമക്കൾ ഉണരട്ടെ. ഹല്ലേലൂയ, hallelujah, 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 എല്ലാ ദൈവമക്കളെയും ഈശോയുടെ നാമത്തിൽ 2023 നോമ്പുകാല ഒരുക്ക ധ്യാനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാ ദിവസത്തിൻ്റെയും ഈ 5 ദിനങ്ങളുടെ അവസാന മണിക്കൂറുകളിൽ ദൈവ തിരുമുമ്പിലിരുന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സഭാ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ആത്മപരിശോധനയിലേക്കും ധ്യാനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും ചില അടിയുറച്ച ബോധ്യങ്ങളിലേക്കും ധാരണകളിലേക്കും പുതിയ ജീവിത ക്രമീകരണങ്ങളിലേക്കും ക്രമങ്ങളിലേക്കും അങ്ങനെ ഒരു നവീകരിക്കപ്പെട്ട ജീവിതത്തിലേക്കും പ്രവേശിക്കാൻ ഈ ധ്യാന ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും എല്ലാ സ്വർഗീയ വിശുദ്ധരുടെയും കൂട്ടായ്മ നമുക്ക് ലഭിക്കട്ടെ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യം, ഒരു വിശ്വാസിയും ഒറ്റയ്ക്കല്ല വിശ്വാസ ജീവിതമോ വിശുദ്ധ ജീവിതമോ നയിക്കുന്നത്. ഒരു വിശ്വാസിയും ഒറ്റയ്ക്കല്ല ആത്മീയ യുദ്ധം നയിക്കുന്നത്. പിശാചനെതിരായിട്ടുള്ള യുദ്ധം വിശ്വാസി ഒറ്റയ്ക്കല്ല നടത്തുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദിവ്യ സഹായവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദിവ്യ സാന്നിധ്യവും അങ്ങനെ ദൈവൈക്യത്തിൽ ജീവിക്കുന്നവർക്കുണ്ടാകുന്ന ദൈവകൃപാ നിറവും അതാണ് ആ വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും മുന്നോട്ട് നയിക്കുന്നതും. അതിൻ്റെ കൂടെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടലിലൂടെ ദൈവം ഉണ്ടാക്കിയ ഒരു സംവിധാനവും കൂടെ ഒന്ന് ചിന്തിക്കുകയാണ്. സ്വർഗത്തിലുള്ള വിശുദ്ധർ യേശുനാമത്തിൽ വിശ്വാസത്തിൽ ജീവിക്കുകയോ ശുശ്രൂഷ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അനുദിന ജീവിതത്തിൽ ചരിക്കുമ്പോൾ ആ വിശുദ്ധരുടെ കൂട്ടായ്മ അവർക്ക് ലഭ്യമാകുന്നു. ആ വിശുദ്ധരുടെ കൂട്ടായ്മ അവരെ സഹായിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച സ്വർഗത്തിലും ഭൂമിയിലൊക്കെ ആയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാലാഖമാരുടെ കൂട്ടായ്മ നമുക്ക് കിട്ടുന്നു. അവരുടെ സാന്നിധ്യം കാവൽ മാലാഖമാരുടെ മാത്രമല്ല, മിഖായേൽ മാലാഖയുടെ ഒക്കെ സഹായം നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ കൂടെ ഈ ലോകത്തിൽ ഉദ്ദേശശുദ്ധിയോടെ ഏക മനസ്സോടെ ദൈവമഹത്വം, ആത്മാക്കളുടെ രക്ഷ, ദൈവരാജ്യ നിർമ്മാണം എന്നീ ദൗത്യങ്ങളിൽ ഏർപ്പെടുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും സമർപ്പിക്കുകയും ചെയ്യുന്നവരുടെ വിശുദ്ധ കൂട്ടായ്മയും നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞവയെല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദൈവത്തിൻ്റെ നിത്യസഹായം സ്വർഗത്തിലും
ഉള്ള വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മ, അതുപോലെ സ്വർഗത്തിലും ഈ ഭൂമിയിലും നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാലാഖമാരുടെ സഹായം, ഈ ലോകത്തിൽ ജീവിക്കുന്ന നല്ല ദൈവമക്കളുടെ ദൈവദാസരുടെ സഹായം, അവരുടെ കൂട്ടായ്മ. അതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയുന്നു, ദൈവം ഒരുക്കിയിരിക്കുന്ന ഒത്തിരി ക്രമീകരണങ്ങൾ. ഇപ്പം കേരളത്തിൽ തന്നെയാണെങ്കിൽ ഷെഖീന ടെലിവിഷൻ ചാനൽ, ശാലോം ടെലിവിഷൻ ചാനൽ, ഗുഡ്നസ് TV, അങ്ങനെ തുടങ്ങി ഈ മാധ്യമ മേഖലയിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങളിലൂടെയും ദൈവം നമ്മളെ അഭിഷേകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം ഒന്ന് തേടാം. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ 5 ദിനങ്ങളിലെ ധ്യാനങ്ങളെ, ധ്യാന നിമിഷങ്ങളെ, ശുശ്രൂഷകളെ, ദിവ്യകാരുണ്യ ആരാധനാ ശുശ്രൂഷകളെയും സ്തോത്രഗീതങ്ങളെയും പ്രതിഷ്ഠിക്കുന്നു. അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥം ലഭിക്കുന്ന ഒരാൾ പോലും പരാജയപ്പെടുകയോ നഷ്ടധൈര്യരാവുകയോ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്യുന്നില്ല. അമ്മ എല്ലാവരോടുമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവിൻ. ഈശോ ഞങ്ങളോട് പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും അത് ചെയ്യാനും അങ്ങനെ ജീവിച്ച് ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗത്തിലെത്തുവാനും അമ്മയോടൊപ്പം ഞങ്ങളും സ്വർഗത്തിൽ തൃത്വ സാന്നിധ്യത്തിൽ നിറവിലും പൂർണ്ണതയിലും ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കാനും വേണ്ടി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈ ധ്യാന ദിനങ്ങളും ശുശ്രൂഷകളും അമ്മയുടെ ദിവ്യമായ മധ്യസ്ഥതാൽ, ശക്തിയാൽ, സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സഹായത്താൽ, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും വിശുദ്ധാത്മാക്കളുടെ സഹായത്താൽ, ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവിക ക്രമീകരണങ്ങളുടെ സഹായത്താൽ അഭിഷേകപൂരിതമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷെഖീന ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ക്രൂശിതൻ്റെ പിന്നാലെ എന്ന ഈ 5 ദിനങ്ങളിലെ രാത്രി മണിക്കൂറുകളിലെ ധ്യാന ശുശ്രൂഷയ്ക്ക് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് പല വിധത്തിലുള്ള ചിന്തകളും എൻ്റെ ഉള്ളിൽ വന്നു. വിവിധ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും എൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ ദൈവിക വെളിപാടിൻ്റെ അംശങ്ങളെ ഞാൻ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് ദൈവജനത്തോട് എന്നിലൂടെ ദൈവം എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് മാത്രമാണ് എന്നിലൂടെ വരേണ്ടത്, ഞാൻ പറയേണ്ടത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയിൽ ഞാൻ അല്പം ആത്മീയമായിട്ടുള്ള ഒരു ഞെരുക്കത്തിലൂടെ കടന്നുപോയി. കാരണം യേശുക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നതുവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞത് സത്യമാണ്. യേശുവിനെ, യേശുവിൻ്റെ സുവിശേഷത്തെ, യേശുവിൻ്റെ ജീവനെ, യേശുവിലൂടെയുള്ള രക്ഷയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അത്യധ്വാനം ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുകയും പരിശ്രമിക്കുകയും നാട് മുഴുവൻ ഓടി നടക്കുകയും ചെയ്യുന്നവരെല്ലാം തന്നെ അനുഭവിക്കുന്ന ഒരു ആത്മീയ ഭാരമാണത്. അത് ഉണ്ടെങ്കിൽ അവിടെ ഈശോ ഇടപെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുമാണ്. പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ആത്മീയ ഭാരവും ഞെരുക്കവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ അങ്ങനെ ഒരു വലിയ ആത്മീയ ഭാരത്തിലൂടെ, ഞെരുക്കത്തിലൂടെയായിരുന്നു ഈ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഇത് ലക്ഷങ്ങളിലേക്ക് എത്തേണ്ടതാണ്. സഭ വളരെ വലിയൊരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് അകത്ത് തന്നെ വലിയ ഭിന്നതകളും കലഹങ്ങളും ദുർസാക്ഷ്യങ്ങളും ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ മാർപ്പാപ്പ തുടങ്ങി ഇന്ന് മാമോദിസ സ്വീകരിച്ച് കുഞ്ഞു വരെയുള്ള കത്തോലിക്ക സഭയിലെ മാമോദിസായിലൂടെ കൂട്ടായ്മയിലേക്ക് വന്നവരും വിശ്വാസത്താൽ മാമോദിസ സ്വീകരിച്ച്, കൗദാശികമായിട്ട് മാമോദിസ സ്വീകരിച്ചിട്ടില്ല, വിശ്വാസത്താൽ
സഭാംഗങ്ങളായി തീർന്നിട്ടുള്ളവരുമടക്കം ഓരോരുത്തരിലൂടെയും ഉണ്ടാകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, പരാജയങ്ങൾ, ബലഹീനതകൾ അത് വല്ലാതെ സഭയെ ഞെരുക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും എവിടെയൊക്കെയോ ഉള്ള തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമുണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ നോമ്പ് കാലത്തിന് മുൻപ് എങ്ങനെ ഈ നോമ്പ് കാലം ചെലവഴിക്കണം എന്നുള്ളൊരു ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഞാൻ ഒരിക്കൽ ഇതുപോലെ ഗുഡ്നസ് TV-യിൽ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വളരെയേറെ ഒരുങ്ങി പ്രാർത്ഥിച്ച്, വളരെ കഠിനാധ്വാനം ചെയ്ത് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഞാൻ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇതുപോലെ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടായിരുന്നു. എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഏതാണ്ട് വ്യക്തത, ഞാൻ എഴുതി വച്ചിരിക്കുന്ന ആശയങ്ങൾ എൻ്റെ മുൻപിൽ 3-4 പേജുകളിലായിട്ട് ഞാൻ എഴുതി വച്ചിരിക്കുന്ന ആശയങ്ങളുണ്ട്, തൊട്ടടുത്ത ബൈബിളുണ്ട്. എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത എൻ്റെ ബുദ്ധിയിലും മനസ്സിലും ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ആത്മാവിൽ വല്ലാത്തൊരു പിരിമുറുക്കവും ഒരു യുദ്ധസമാനമായിട്ടുള്ള സ്ഫോടനാത്മകമായ ഒരവസ്ഥയും ഞാൻ അനുഭവിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഒരുങ്ങിയതാണോ ഞാൻ ഇവരോട് പറയേണ്ടത്? അപ്പം ഞാൻ വീണ്ടും തമ്പുരാനോട് ആലോചന ചോദിച്ച്, എനിക്ക് സ്റ്റുഡിയോയിൽ, ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു സ്വസ്ഥതയില്ല, ഒരു അശാന്തി എന്നെ ഭരിക്കുന്നു. അശാന്തി എന്ന് പറയുന്നത് ഒരു സച്ചിദാനന്ദ് എന്ന് പറയുന്ന സാഹിത്യകാരൻ ഉപയോഗിച്ച വാക്കാണ്. യേശുവിന് അസ്വസ്ഥതയല്ലായിരുന്നു, അശാന്തിയാണുള്ളത്. പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള മനോഭാരവും ആത്മീയ ഭാരവും ചേർന്ന ഒരവസ്ഥയായിരുന്നു അശാന്തി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചു. 40 വർഷം മുമ്പ് ഞാൻ ഒരു എടുത്ത് വായിച്ചതാണത്. അപ്പോൾ ഒരു അശാന്തി എന്നിൽ വല്ലാതെ വരുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ജനങ്ങളോട് സംസാരിച്ച് തുടങ്ങി, വിശ്വാസികളോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറു കിരണം, പ്രകാശത്തിൻ്റെ കിരണം പരിശുദ്ധാത്മാവ് ഒഴുക്കി തന്നു. ഞാൻ ആ ഒരു ഒറ്റ കിരണം, ഒരു ചെറിയ തരി, ഒരു ചെറിയ ആശയത്തിൻ്റെ ഒരു തരി അതെൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പൂ വിരിഞ്ഞതുപോലെ, സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ, സൂര്യകാന്തിപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലുള്ളൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഉടനെ ആത്മീയ ആനന്ദത്തോടുകൂടെ ഞാൻ എൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. അപ്പം ഞാൻ ആ ജനങ്ങളോട് ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ആ അനുഭവം ഉണ്ടായത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നിലൂടെ ദൈവം ഇന്ന് പ്രവർത്തിക്കാനും നിങ്ങളോട് സംസാരിക്കാനും, അങ്ങനെ ദൈവം ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളെ ആത്മീയമായി, ശാരീരികമായി, മാനസികമായി സുഖപ്പെടുത്താനും ഇടവരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ നിമിഷം എൻ്റെ ഒരു സുഹൃത്ത് സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രെയർ ഗ്രൂപ്പിൽ എൻ്റെ ഈ ശുശ്രൂഷയെക്കുറിച്ച്, അതിൻ്റെ റെക്കോർഡിങ്ങിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രെയർ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവർക്കും സന്ദേശം അയച്ചിരുന്നു. അന്ന് ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ അദ്ദേഹം ന്യൂസിലാൻഡിലില്ല, അദ്ദേഹം അമേരിക്കയിലാണ്. ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഫാമിലിയിൽപ്പെട്ട എല്ലാവരും, ഭർത്താവ്, ഭാര്യ, 2 മക്കൾ, അവർ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച പരിശുദ്ധാത്മാവേ, നിന്റെ ദിവ്യമായ വെളിപാട് ഇപ്പോൾ കൊച്ചുമാത്തച്ഛന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിമിഷത്തിൽ അതേ സമയത്ത് എനിക്ക് ഇവിടെ പ്രകാശം കിട്ടുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ശുശ്രൂഷകൾ, അതായത് ഞാൻ അന്ന് ഈ പ്രോഗ്രാം നടത്തിയത് ലൈവായിട്ടായിരുന്നു. അപ്പം ലൈവായിട്ട് ഈ ശുശ്രൂഷ അന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കുറേ കാലം മുമ്പാണിത്. അപ്പോൾ ഈ ഗുഡ്നസ് ടിവിക്ക് തുടങ്ങിയ കാലത്ത് ലൈവായിട്ട് അത് കൊടുക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അത് ഗുഡ്നസ് ടിവിയിലായിരുന്നില്ല, അത് ഷാലോം ടെലിവിഷനിൽ, ഷാലോം ടിവിയിലായിരുന്നു. ഞാൻ ഗുഡ്നസ് ടിവി എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് ഷാലോം ടെലിവിഷനിലാണ്. അപ്പോൾ ലൈവായിട്ട് ഈ പ്രോഗ്രാം ഇങ്ങനെ കൊടുക്കുന്ന അവസരത്തിൽ ഒരു വലിയ അത്ഭുതകരമായ അനുഭവം എനിക്കുണ്ടായി. ദൈവം ആ ജനത്തോട് സംസാരിക്കേണ്ടതിൻ്റെ ഒരു
വെളിപാട് എനിക്ക് തന്നു. ആ നിമിഷം എൻ്റെ ഭാരമെല്ലാം വിട്ടുപോയി. പിന്നെ അവരോട് സംസാരിക്കാൻ സാധിച്ചു. ഇപ്പം നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം എന്നോട് സംസാരിക്കാൻ, എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഇടവരട്ടെ. അമ്മേ, ഒരു നിമിഷം ഞങ്ങൾ അമ്മയുടെ തിരുസാന്നിധ്യം അപേക്ഷിക്കുന്നു. ഈശോ എവിടെയെല്ലാം ഉണ്ടോ അവിടെ അമ്മയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പരിശുദ്ധ ത്രിത്വം എവിടെയെല്ലാം ഉണ്ടോ അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അമ്മേ, ഇപ്പോൾ ഈ ഒരു നോമ്പുകാല ഒരുക്ക ധ്യാനത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും, അത് ലൈവായിട്ടോ പിന്നീട് യൂട്യൂബിലോ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അനുഗ്രഹീതരാകണം, അഭിഷിക്തരാകണം. അതിനായിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ദൈവ ഐക്യത്തിൽ മുന്നേറാനായിട്ട് ആഗ്രഹമുണ്ട്. പാപമില്ലാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിൽ ആത്മീയ ജീവിതം നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ തലമുറകളുടെ ശാപം സത്യമോ മിഥ്യയോ എന്നുള്ള ആ പുസ്തകത്തിൽ ഞാൻ എഴുതിയ ഒരു പുസ്തകം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സോഫിയ ബുക്സ്, ശാലോമിൻ്റെ സോഫിയ ബുക്സിലൂടെ പബ്ലിഷ് ചെയ്യപ്പെട്ട ആ പുസ്തകത്തിൽ ഞാൻ 10-11 കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചു. വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം, സഭാത്മക ജീവിതം, കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ശുശ്രൂഷ ജീവിതം, പരസ്പരിക ശുശ്രൂഷ ജീവിതം, വിശുദ്ധരുടെയും മാലാഖമാരുടെയും കൂട്ടായ്മയിലുള്ള ജീവിതം, അതുപോലെ സ്വർഗോന്മുഖമായ സാക്ഷ്യ ജീവിതം തുടങ്ങിയ ആശയങ്ങളാണ് അതിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ നിങ്ങളോട് പറയണമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിന്ന് വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. സഭയ്ക്കകത്ത് വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു. സഭയുടെ പുറത്ത്, സഭയ്ക്കകത്ത് നടക്കുന്ന ഈ സ്ഫോടനങ്ങളെ ഉയർത്തി കാണിച്ച് അതുതന്നെ സഭയെ അടിക്കാനുള്ള വടിയാക്കി മാറ്റുന്നു. സഭയെ പീഡിപ്പിക്കാനും സഭയെ തകർക്കാനുമുള്ള ആശയങ്ങൾ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ പേരിൽ, വിശ്വാസ ജീവിതത്തിൻ്റെ പേരിൽ, ശുശ്രൂഷകളുടെ പേരിൽ ഉണ്ടാകുന്ന വലിയ തർക്കവിതർക്കങ്ങളും ഭീകരമായ സ്ഫോടനങ്ങളും വലിയ ഇടർച്ചയ്ക്ക് കാരണം കൊടുക്കുന്ന സംഭവങ്ങളും സഭയിൽ നാശമുണ്ടാകണം, സഭ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന സാത്താൻ്റെ പിടിയിൽപ്പെടുന്ന എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളായി, ഉപകരണങ്ങളായി മാറുന്നു. എന്നോട് പലരും ഈ കാലയളവിൽ അച്ഛനെന്താ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്, മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റേതായ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ അത് ഞാൻ പറയേണ്ടവരോട് നേരിട്ട് പറയുകയല്ലാതെ മാധ്യമങ്ങളോട് പറയുകയില്ല എന്ന് ഞാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. കാരണം നമ്മൾ പറയുന്ന ഓരോ കാര്യവും ദുരുപയോഗിക്കപ്പെടുമെന്ന സാധ്യതയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഞാൻ പ്രസംഗത്തിൽ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുള്ളത് കട്ട് ചെയ്തെടുത്ത് അവരുടെ ഇഷ്ടമനുസരിച്ച് പെട്ടെന്ന് അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയക്കാർ അവിടെ ഇവിടെയും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ അറ്റവും വലക്ക് മുറിച്ച് കളഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് പബ്ലിക്കായിട്ട് മീഡിയയിലൂടെ ഒന്നും തന്നെ പറയുകയില്ല. എന്നാൽ അതിനു പകരം ആ സമയം കൂടെ എടുത്ത് ഞാൻ തമ്പുരാൻ്റെ തിരുമുമ്പിൽ ഇത് സമർപ്പിക്കും എന്ന് തീരുമാനമെടുത്തു. ഇന്ന് ഈ ധ്യാനത്തിൻ്റെ 1-ാം ദിവസം എനിക്ക് ദൈവമക്കളോട്, എൻ്റെ സഹപ്രവർത്തകരായ, എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പറയാനുള്ളത്, ഒരു തർക്കവിതർക്കങ്ങളിലും നിങ്ങൾ പങ്കാളികളാകരുത്. നിങ്ങൾ പറയുന്ന ഒരു വാക്ക്, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, നിങ്ങളുടെ ഒരു പ്രതികരണം ദൈവത്തിന് വേദന ഉണ്ടാക്കുമെങ്കിൽ, ദൈവമക്കൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുമെങ്കിൽ, ദൈവ കൂട്ടായ്മയായ തിരുസഭയ്ക്ക് അതിൻ്റെ ശോഭയ്ക്ക് കോട്ടം വരുത്തുമെങ്കിൽ,
സഭയുടെ ശുശ്രൂഷകൾക്ക് തകർച്ചയുണ്ടാക്കുമെങ്കിൽ അതരുത് എന്നാണ് എൻ്റെ ബോധ്യം. അവിടെ നിശബ്ദതയിൽ തമ്പുരാൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ 5 ദിവസം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ ബൈബിളിലെ മക്കബായരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിലെ സംഭവം ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇത് ഞാൻ വേറെ ചില വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഇത് മീഡിയയിൽ കാണുമായിരിക്കും. ഇന്ന് ഞാനത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാനുള്ള കാരണം, സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ സഭയെ അകത്തു നിന്നും പുറത്തു നിന്നും സഭയെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ, സഭയ്ക്കകത്തും പുറത്തുമുള്ള ശത്രുക്കൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സഭയെ തകർക്കാൻ വേണ്ടി സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമുള്ള ശത്രുക്കൾ വളരെയേറെ അധ്വാനിക്കുകയാണ്. അതിനുവേണ്ടി അവരുടെ ശേഷിയും ശേമുഷിയും അവരുടെ പണവും സമയവും ചെലവഴിക്കാൻ അവർക്കൊരു മടിയില്ല. സഭാശത്രുക്കളുടെ കരങ്ങളിൽ ചിലരൊക്കെ ഉപകരണങ്ങളായി അവർ സഭയ്ക്കകത്ത് എന്തൊക്കെയോ അത്ഭുതം ചെയ്യുകയാണെന്ന് കരുതിക്കൊണ്ട് അധ്വാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ആരെങ്കിലും പ്രത്യേക മനസ്സിൽ കണ്ടുകൊണ്ടല്ല പറയുന്നത്. ആരെയും ഞാൻ കുറ്റം വിധിക്കേണ്ടത് തന്നെയാണ് പറയുന്നത്. ചങ്കുരുകുന്ന വേദനയോടെയാണ് ഞാനത് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന, ഈ നോമ്പുകാല ഒരുക്ക ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ എന്ത് ചെയ്യണം? സഭയെ സ്നേഹിക്കുന്നവര്, ദൈവത്തിൽ വിശ്വസിക്കുന്നവര്, സഭ യേശുവിൻ്റെ മൗതിക ശരീരമാണെന്ന് വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം എന്ന് മാത്രം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. 2 മക്കബായർ 3-ാം അധ്യായം. പ്രധാന പുരോഹിതൻ ഓനിയാസ് ദൈവഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം അന്യൂനമായി നിലനിന്നു. പ്രധാന പുരോഹിതൻ ഓനിയാസ് ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ ഞെരുക്കത്തിൻ്റെ കാലഘട്ടമാണിത്. രാജാവിൻ്റെ പിൻബലമോ രാജാധികാരത്തിൻ്റെ സൈന്യത്തിൻ്റെ സപ്പോർട്ടോ ഇല്ലാതിരിക്കുന്ന, എന്നാൽ വിശ്വാസികൾ വലിയ തോതിൽ ഒരുമിച്ച് ചേർന്ന് അവർക്ക് ബോധ്യപ്പെട്ട വിധത്തിൽ, അവർ പൂർവികരിന്ന് പഠിച്ച വിധത്തിൽ വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലത്ത് യഹൂദരുടെ കൂട്ടായ്മയുടെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന പ്രധാന പുരോഹിതൻ്റെ പേര് ഓനിയാസ്. അദ്ദേഹത്തെക്കുറിച്ച് വചനം പറയുന്നു, അദ്ദേഹം ദൈവഭക്തനായിരുന്നു, തിന്മയെ വെറുക്കുന്നവനായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ നഗരത്തിൽ ജെറൂസലേമിൽ സമാധാനം പാലിക്കപ്പെട്ടു. അന്യൂനമായി സമാധാനം നിലനിന്നു. നിയമങ്ങൾ നന്നായി പാലിക്കപ്പെട്ടു. ഇവിടെ 2 കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോവുക. ഒന്നാമത്തേത്, എന്നെ പോലെ ആത്മീയ ശുശ്രൂഷകരായിട്ടുള്ള പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടവരും മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികരടങ്ങുന്ന അഭിഷിക്തരുടെ ഗണത്തിൽപ്പെട്ടവരും സന്യാസ സഭകളുടെ അധികാരികളിൽപ്പെട്ടവർ, അവരെല്ലാവരും അടങ്ങുന്നവർക്കുള്ള ദൈവത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു സൂചന. പ്രധാന പുരോഹിതൻ ഓനിയാസ് ദൈവഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം അന്യൂനമായി നിലനിന്നു. നിയമങ്ങൾ നന്നായി പാലിക്കപ്പെട്ടു. മാത്രമല്ല, അടുത്ത വചനം ശ്രദ്ധിക്കണം. രാജാക്കന്മാർ വിശുദ്ധ സ്ഥലത്തെ ആദരിക്കുകയും വിശിഷ്ടമായ സമ്മാനങ്ങൾ ദേവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഏഷ്യയിലെ രാജാവായ സെലൂക്യസ് പോലും ബലിയർപ്പണത്തിന് ആവശ്യമായ തുക സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് നൽകിപ്പോന്നു. എന്നാൽ ബെഞ്ചമിൻ ഗോത്രജനായ ശിമയോൻ ദൈവാലയ വിചാരിപ്പുകാരനായി നിയമിക്കപ്പെട്ടപ്പോൾ നഗരത്തിലെ ചന്തയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രധാന പുരോഹിതൻ ഓനിയാസുമായി ഇടഞ്ഞു. വിജാതീയ രാജാക്കന്മാര് യഹൂദ ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളോട് യാതൊരു കൂറും വിശ്വസ്തതയും ഇല്ലാതിരിക്കുന്നവര്, അവരെക്കുറിച്ച് വലിയ മതിപ്പ് പോലും ഇല്ലാതിരുന്നവര്, ഇവരുടെ കുറേ നന്മകൾ കണ്ടും
ഇവരുടെ സാക്ഷ്യം കണ്ടുമായിരിക്കണം ഈ രാജാക്കന്മാർ വിശുദ്ധ സ്ഥലത്തെ ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകി ദൈവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവരാദരിച്ചു വിശുദ്ധ സ്ഥലത്തെ, നമ്മുടെ ദൈവാലയത്തെ, തിരുസഭയെ, നമ്മുടെ ശുശ്രൂഷകളെ, നമ്മുടെ അഭിഷിക്തരെ, നമ്മുടെ വിശ്വാസികളെ സഹായിക്കാനും ആദരിക്കാനും വിജാതീയർക്ക് പോലും തോന്നത്തക്ക വിധം അന്ന് ഒരു ആത്മീയതയുടെ അഭിഷേകത്തിൻ്റെ പുതപ്പ് ഈ യഹൂദ സമുദായത്തിന് ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ, കാര്യവിചാരിപ്പുകാരൻ, അല്ലെങ്കിൽ പ്രൊക്രേറ്റർ, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ, ഭരണകാര്യങ്ങൾ നോക്കുന്ന ആൾ, അയാളുടെ പേര് ശിമെയോൻ. അത് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു യഹൂദനാണ്. ഇയാളൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, പ്രധാന പുരോഹിതനായ ഓനിയാസ് ആത്മീയതയുമായി ചേർന്നു പോകാത്ത ഒരു കാര്യവും ഈ ദൈവാലയത്തോട് ചേർന്നുണ്ടാകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു. പക്ഷേ ശിമെയോന് പണം, സമ്പത്ത്, അതിനെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു ചിന്താധാരയുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന പുരോഹിതനായ ഓനിയാസിൻ്റെ ആശയത്തോട് യോജിപ്പില്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ചന്തയുടെ നടത്തിപ്പ് സംബന്ധിച്ചാണ് തർക്കം. എന്ന് പറഞ്ഞാൽ ചന്തയിൽ, ഈ ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചന്തയിൽ, ഇവിടെ ബലിയർപ്പണത്തിനുള്ള മൃഗങ്ങളെ മാത്രമേ ലേലം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഓനിയാസ് നിർബന്ധപൂർവ്വം പറഞ്ഞു. ഇവിടെയുള്ള ശുശ്രൂഷകളുമായി ബന്ധപ്പെടാത്ത ഒരു വ്യാപാരം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. ഇത് വലിയൊരു സന്ദേശം തരുന്നൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ അടുത്ത ഭാഗം കൊണ്ട് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു പരിചിന്തനം പറയാം. ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു വ്യാപാരം ഇവിടെ വേണ്ട എന്ന് ഓനിയാസ് പറയുന്നു. ചന്തയിൽ വിൽക്കപ്പെടുന്ന മൃഗങ്ങൾ ഇവിടെ ബലിയർപ്പണത്തിനുള്ള മൃഗങ്ങൾ മാത്രമാകാൻ പാടുള്ളൂ. അപ്പോൾ ശിമെയോൻ പറഞ്ഞു, നമുക്കിവിടെ ജനങ്ങൾ മറ്റു പല ആവശ്യങ്ങൾക്കും ഇറച്ചി ഉപയോഗത്തിനായിട്ട് മൃഗങ്ങളെ ആവശ്യമുള്ളപ്പോൾ അവിടെ നമുക്ക് അതിനെ വിറ്റാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് ചന്തയിൽ ഈ ദൈവാലയത്തിൻ്റെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിനുള്ള മൃഗങ്ങളെ മാത്രം വിൽക്കുകയോ ലേലം ചെയ്യുകയോ ചെയ്താൽ പോരാ, ഇവിടെ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് വ്യാപാരത്തിന് മൃഗങ്ങളെ വിൽക്കുകയോ ലേലം ചെയ്യുകയോ ചെയ്യാമെന്നുള്ള ഒരു വാദഗതി ശിമെയോൻ ഉയർത്തിക്കൊണ്ടുവന്നു. ഇതാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ബൈബിളിൽ ഇക്കാര്യം എഴുതിയിട്ടില്ല. പക്ഷേ ഓനിയാസ് അതിനെ ശക്തിയുക്തം എതിർത്തു. ഓനിയാസ് പ്രധാന പുരോഹിതൻ, ഈ ദൈവാലയത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയ പിതാവായിരുന്നതുകൊണ്ട് ശിമെയോന് ഓനിയാസിനെ നേരിട്ട് അറ്റാക്ക് ചെയ്ത് ഉപദ്രവിച്ച് പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ശിമെയോൻ ഒരു കാര്യം ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മാർപ്പാപ്പ തുടങ്ങി ഏറ്റവും താഴ്ന്നവനായിട്ട് അഭിഷിക്ത ഗണത്തിൽ എന്നെ ഞാൻ പെടുത്തിട്ട് പറയാം, ഞാൻ വരെയുള്ള ആത്മീയ പിതാക്കന്മാർ, ദൈവ ശുശ്രൂഷകരെ, ആത്മീയ പിതാക്കന്മാർ ജീവിതം മുഴുവനും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ബ്രഹ്മചര്യത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് വേണ്ട ദൈവരാജ്യത്തിനു വേണ്ടി 100% ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു, പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എല്ലാവരും ചങ്കിൽ എഴുതിയെടുക്കേണ്ട ഒരു ദൈവ വെളിപാടിൻ്റെ അംശമാണ് ഇപ്പം ഞാൻ പറയുന്നത്. ദൈവകൃപ നമുക്ക് ലഭിക്കാത്ത, ദൈവ ശുശ്രൂഷയുടെ ഭാഗമല്ലാത്ത, ആത്മാക്കളുടെ രക്ഷ, ദൈവരാജ്യ നിർമ്മാണം, ദൈവമഹത്വം, ഈ ത്രിവിധ ലക്ഷ്യങ്ങളോട് ചേർന്ന് പോകാത്ത ഒരിടപാടിലും, ഒരു കച്ചവടത്തിലും, ഒരു വ്യാപാരത്തിലും നമ്മളാരും ഇടപെടാൻ പാടില്ല. പണമുണ്ടാകുമോ, വരുമാനം ഉണ്ടാകുമോ, നാട്ടിൽ കൂടുതൽ അംഗീകാരം കിട്ടുമോ, കൈയ്യടി കിട്ടുമോ, ഇവിടെ എസ്റ്റാബ്ലിഷ് ആകാൻ പറ്റുമോ, എങ്കിൽ പോരട്ടെ. അപ്പോൾ അവിടെ ആലോചന ചോദിക്കേണ്ടത് തമ്പുരാനോടാണ് ചോദിക്കേണ്ടത്.
ഇത് ദൈവമഹത്വത്തിന് ഉപകരിക്കുമോ? ഇത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുമോ? ഇത് ആത്മാക്കളെ രക്ഷയ്ക്ക് ഉപകരിക്കുമോ? ഈ കാര്യം വഴി അതെന്തുമാകട്ടെ, സ്ഥാപനമാകാം, എന്തെങ്കിലും ഒരു പ്രവൃത്തിയാകാം, അത് ദൈവമഹത്വത്തിന് ഉപകരിക്കുമോ? ദൈവമഹത്വത്തിന് കാരണമായി തീരുമോ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമോ? ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, ദൈവ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുമോ എന്ന ആലോചന ചോദിക്കുന്നതിന് പകരം ഇതുകൊണ്ട് പല കാര്യങ്ങൾ നേടാനുണ്ട് എന്ന് ചിന്തിച്ചാലോ? പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓർമ്മ വന്നു. സ്ഥലം ഞാൻ പറയില്ല, ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തൊരു സ്ഥലം. അവിടെ എന്ത് ചെയ്യണം എന്ന് കുറച്ച് വൈദികർ അധികാരികളുമായി ആലോചിച്ചു. അപ്പം അവിടെ ആ ഗണത്തിൽപ്പെട്ട ഒരു വൈദികൻ, അദ്ദേഹം വളരെ അഭിഷേകമുള്ള, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു പുണ്യാത്മാവായിരുന്നു. അദ്ദേഹം അവിടെ എത്തിയത് ഉയർന്ന പദവികളുള്ള ഒരാളായിട്ടല്ല. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം നൽകി. അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ശുശ്രൂഷ മേഖലയിലെ പ്രയർ ഗ്രൂപ്പ് പറഞ്ഞു, അച്ഛനോട് ദൈവം പറയുന്നു നോർത്ത് ഇന്ത്യയിലേക്ക് പോവുക, അവിടെ അച്ഛനെ കൊണ്ട് പല കാര്യം ചെയ്യിപ്പിക്കാനുണ്ട് എന്ന്. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഭാഷ അറിയത്തില്ല, ഞാനവിടെ പോയി എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, അതവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവം പറഞ്ഞു തരും. പെട്ടെന്ന് ഞാൻ ഓർത്ത് മറ്റൊരു കാര്യമുണ്ട്. ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ആയിരുന്ന കാലത്ത് എൻ്റെ കൂടെ ആൻ്റണി പറങ്കിമാലിൽ എന്ന് പറയുന്ന കോതമംഗല സ്വദേശിയായ ഒരു വിൻസെൻഷൻ വൈദികനുണ്ട്, ഒരു കൊച്ചച്ഛൻ. അച്ഛനൊരു 2-3 വർഷങ്ങൾ എൻ്റെ കൂടെ ബോംബെയിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അധികാരികൾ അദ്ദേഹത്തോട് ആഫ്രിക്കയിലെ കെനിയയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. കെനിയയിൽ നൈറോബി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഒരച്ഛൻ തുടങ്ങി വെച്ചൊരു ധ്യാനകേന്ദ്രം, പോൾ പാറേക്കാട്ടച്ഛൻ തുടങ്ങി വെച്ചൊരു ധ്യാനകേന്ദ്രമുണ്ട്, അങ്ങോട്ട് പോകണം എന്നാവശ്യപ്പെടുന്നു. അപ്പോൾ അച്ഛനേക്കാർ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കൂടെയുള്ള വൈദികരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം ഈ അച്ഛനൊരു വിശുദ്ധന വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ ടാലൻസ് അല്ല അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത്, അദ്ദേഹത്തിൻ്റെ സമർപ്പണം, വിശ്വാസത്തിൻ്റെ ഉറപ്പ്, വിശുദ്ധ ജീവിതം, വചനം പഠിക്കാൻ വളരെ അഭിഷേകത്തോടെ ദൈവമക്കളെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം. അപ്പോൾ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു. കർത്താവ് പറയുന്നു, നീ പോകുന്നതിന് മുൻപ് ഞാൻ വഴി വെട്ടി തെളിച്ചിട്ടില്ല. നീ നടക്കുന്നത് വഴിയായി മാറും. നീ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും അവിടെ വഴി തെളിഞ്ഞു വരും. അപ്പം ആ പറഞ്ഞത് എനിക്ക് തന്നെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു സന്ദേശം പറയുന്നത്. നീ നടക്കുന്ന വഴികൾ നിനക്ക് മുമ്പേ ഞാൻ വെട്ടിത്തെളിച്ച് വെച്ചിട്ടില്ല, പക്ഷേ നീ കാലെടുത്ത് വെക്കുന്നത് ഞാൻ വഴിയാക്കി മാറ്റും. ആ വഴിയാക്കി മാറ്റുമെന്ന് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർത്തു, ആ കാലെടുത്ത് വെക്കുന്നിടത്ത് വെളിച്ചം വരും. അങ്ങനെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അച്ഛൻ എന്നോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അച്ഛൻ ഇപ്പോൾ വർഷങ്ങളോളം നൈറോബിയിൽ ധ്യാനം നയിച്ച് 1000-10,000 ശുശ്രൂഷ വളർത്തിയിട്ട് അച്ഛൻ റോമിൽ ഫൗസ്തീന പുണ്യവതിയെക്കുറിച്ചുള്ള PhD എടുത്ത്, അതും വളരെയേറെ അത്ഭുതകരമായിട്ട്, ഒരുപക്ഷെ റോമിൽ പോയിട്ട് പഠിച്ച് PhD എടുത്തതിൽ ഈ രീതിയിൽ എടുത്തത് ഒറ്റ അച്ഛനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുള്ളൂ. ഈ ആൻ്റണി പറങ്കിമാലി അച്ഛൻ ഫൗസ്തീന പുണ്യവതിയെക്കുറിച്ചുള്ള സുഹൃതത്തെക്കുറിച്ചുള്ള വിഷയത്തിൽ PhD എടുത്ത് ആ സമയത്ത് പനക്കിലച്ഛൻ്റെ കൂടെ, ബഹുമാനപ്പെട്ട പനക്കിലച്ഛൻ്റെ കൂടെ, ജോസഫ് എടാട്ടച്ഛൻ്റെ കൂടെ, ജോസഫ് എടാട്ടച്ഛൻ എൻ്റെ കൂടെ ബോംബെയിലുണ്ടായിരുന്ന ഒരു അച്ഛനായിരുന്നു. ഇവർ രണ്ടുപേരുടെയും കൂടെ UK കെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ അതിശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഈ PhDയുടെ ഡിഗ്രി തീസിസ് തയ്യാറാക്കുമ്പോഴൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ, ഞങ്ങൾ ആരും തന്നെ അച്ഛനെ സപ്പോർട്ട് ചെയ്തില്ല, അച്ഛൻ്റെ ഒരു ആലോചനയിൽ അല്ലെങ്കിൽ ആരും സ്റ്റെപ്പ് എടുത്തില്ല. അച്ഛൻ ദൈവം നൽകിയൊരു വെളിപാടിൻ്റെ വെളിച്ചവുമായിട്ട് ആഫ്രിക്കയിൽ, ഈസ്റ്റേൺ ആഫ്രിക്കയിലെ ഒരു രാജ്യം റുവാണ്ട എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് അച്ഛൻ പോയി. 99% ക്രൈസ്തവരുള്ള ഒരു നാടാണ്. പക്ഷേ അവിടെ ഉണ്ടായ മഹാദുരന്തം
രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ലഹളയിൽ വഴക്കിൽ 8 ലക്ഷം റുവാണ്ടൻസിനെയാണ് ഒരു വർഗം കൊന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തെന്ന് പറയുന്നു. ഞാൻ അവിടെ പോയി ഇതെല്ലാം കണ്ടു. 2-3 മാസം മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ചങ്ക് പിളരുന്ന ഒരു അനുഭവമാണ് അവിടെ. പക്ഷേ അച്ഛൻ അവിടെ ചെന്നിട്ട് ഒരു ധ്യാന കേന്ദ്രം തുടങ്ങി. അതും അത്ഭുതകരമായി അച്ഛൻ്റെ മുമ്പിൽ വരുന്നു. അച്ഛൻ്റെ മുമ്പിൽ ആദ്യം ധ്യാന കേന്ദ്രമില്ല, ബിഷപ്പിൻ്റെ സപ്പോർട്ടോ ജനത്തിൻ്റെ സപ്പോർട്ടോ വൈദികരുടെ സപ്പോർട്ടോ ഒന്നുമില്ല. അച്ഛൻ അവിടെ ചെന്ന് ഓരോന്ന് ചെയ്ത് വരുമ്പോൾ ഒറ്റ വർഷം കൊണ്ട് ഞാൻ അവിടെ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ 3000 പേര് 5 ദിവസം ധ്യാനത്തിൽ പങ്കെടുത്തു. പിന്നെ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഗിബെഹ എന്ന് പറയുന്ന സ്ഥലത്ത് 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുത്തു. ഒരു മെത്രാനും 100-200ഓളം വൈദികരും 200ഓളം സിസ്റ്റേഴ്സ് 1 ലക്ഷത്തോളം വിശ്വാസികൾ ഒരുമിച്ച് കൂടി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഗിബെഹോയിലെ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബലിയർപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അച്ഛൻ മുന്നോട്ട് നടക്കുന്നിടത്ത് വഴിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അച്ഛൻ കുർബാനയെല്ലാം പോകേണ്ട ചില സ്ഥലങ്ങളിൽ, ധ്യാനിപ്പിക്കാൻ പോകുന്ന ചില സ്ഥലങ്ങളിൽ മണ്ണ് റോഡാണ്. മണ്ണ് റോട്ടിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു നദി കടക്കാൻ അതിൻ്റെ മുകളിലുള്ള മരത്തിൻ്റെ പാലത്തിലൂടെയാണ് ജീപ്പ് കടത്തേണ്ടത്. ആ മരത്തിൻ്റെ പാലം ഈ ടയർ കടന്നു പോകാനുള്ള വീതിയിൽ 2 അറ്റത്തും പാലം ഇട്ടിരിക്കുകയാണ്. അതിലൂടെ വളരെ ബുദ്ധിമുട്ടി വാഹനമെടുത്ത് അച്ഛൻ അക്കരെ കിടന്നാണ് അവിടെ വചനം പ്രസംഗിക്കാൻ പോയതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിന് വേണ്ടി കാത്തിരുന്ന ജനത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു, നീ പോകുന്നതിന് മുൻപ് വഴികൾ ഉണ്ടാവില്ല, പക്ഷേ നീ കാല് ചവിട്ടുന്നിടത്ത് വഴി ഉണ്ടാക്കി തരുമെന്ന് ദൈവം പറഞ്ഞില്ലേ, അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലേക്ക് പോയ അച്ഛനോട് തമ്പുരാൻ അങ്ങനെ പറഞ്ഞത്. അച്ഛൻ അവിടെ ചെന്നു. അപ്പോഴാണ് ബുദ്ധിവൈഭവമുള്ള മിടുക്കുള്ള കുറേ പേര് അവിടെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. എന്ത് ശുശ്രൂഷ എന്ന ഒരു ചിന്തയാണ് അവർ പറയുന്നതെങ്കിലും ഇവിടെ നമ്മൾ എന്ത് സ്ഥാപനമാണ് തുടങ്ങേണ്ടത് എന്നൊരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ബുദ്ധിയുള്ള എല്ലാവരും കൂടെ ചേർന്ന്, ഞാൻ ആ വാക്കൊന്നോടെ ആവർത്തിക്കുക, ബുദ്ധിയുള്ള, ടാലൻ്റുള്ള, കഴിവുള്ള, ഉത്തരവാദിത്തപ്പെട്ടവർ ചേർന്ന് അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ പറയുള്ള, സ്ഥാപനം എന്നൊരു വാക്കേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ അച്ഛനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. സൂസന്നെ കൊല്ലാനൊരുങ്ങിയ ശത്രുക്കളുടെ മുമ്പിൽ ദാനിയേലിനെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതുപോലെ ഈ പാവപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഈശോ ഇത് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും നിങ്ങളിവിടെ തുടങ്ങരുത്. അപ്പം ഈ അച്ഛന് കഴിവില്ല, ബുദ്ധിയില്ല, പിന്നെ ഒരു അയോഗ്യതയും അവർ കണ്ടു. അച്ഛൻ കരിസ്മാറ്റിക്കാണ്. അതുകൊണ്ട് ഈ അച്ഛൻ പറഞ്ഞതിന് വില കൊടുക്കണ്ട. ഞാൻ അച്ഛന്മാരെ, അധികാരികളെ, അവരുടെ കൂട്ടത്തിലുള്ളവരെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ടാണ് സ്ഥലം പോലും പറയാതെ മറ്റ് എന്ത് സ്ഥാപനമാണെന്ന് പോലും പറയാത്തത്. ഒരു സന്ദേശം, ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇതുവരെ 10-22 വർഷമായിട്ട് അവർക്ക് ഒരു കാര്യം പോലും ദൈവത്തിന് വേണ്ടി അവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ദൈവഹിതത്തിന് വിരുദ്ധമായ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിധിക്കുന്നില്ല. പക്ഷേ ഈ 3 കാര്യങ്ങൾ, എന്നിട്ട് അതിലുള്ള ഒരു അച്ഛൻ എൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്ത് സ്റ്റാൻഡ് ഞാൻ എടുക്കണം? ഞാൻ അച്ഛനോട് പറഞ്ഞത്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ സ്ഥാപനം കാരണമാകുമോ? ദൈവരാജ്യ നിർമ്മാണത്തിന് സഹായമാണോ ഇത്? ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉപകാരപ്പെടുമോ? അതെയോ നമുക്കിവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ, നമുക്കിവിടെ ചൂടുറപ്പിച്ച് നിൽക്കാൻ, നമ്മൾ കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യം കാണിക്കാൻ, എന്നാൽ സാക്ഷ്യമില്ലാത്തൊരു സാന്നിധ്യമാണെങ്കിൽ ആ സാക്ഷ്യം കാണിക്കാൻ വേണ്ടി നമ്മളവിടെ പോയി ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? അവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റുമോ? ഈശോയുടെ ജീവൻ കൊടുക്കാൻ പറ്റുമോ? യേശുവിലൂടെയുള്ള രക്ഷ കൊടുക്കാൻ പറ്റുമോ? ആ രക്ഷയ്ക്ക് വേണ്ടത് കൊടുക്കാത്ത കാര്യത്തിൽ തീക്ഷ്ണതയുള്ളവരല്ലെങ്കിൽ ഈ സ്ഥാപനം ദുർസാക്ഷ്യം നൽകുന്ന സ്ഥാപനമായി മാറും. ശക്തിയായിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഈ പറയുന്ന ആത്മീയ ശോഭയുള്ള അച്ഛൻ്റെ കൂടെ കൂടി അധികാരികളോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ 2 വൈദികരോടും പിന്നീട് ഫോണിലൂടെ പറഞ്ഞത്, ഓനിയാസ് ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഓനിയാസ് എന്താ ചെയ്യുന്നത് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ നടന്നത് എന്താണ് എന്നിപ്പം ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഒരു കാരണവശാലും അവരെ അപമാന വിധേയരാക്കാൻ ആഗ്രഹിക്കുന്നില്ല.
ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഇത് അനേകം മേഖലകളിലും അനേക സ്ഥലങ്ങളിലും അനേകം കൂട്ടായ്മകളിലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ്. ദൈവമഹത്വത്തിന്, ദൈവമക്കളുടെ രക്ഷയ്ക്ക്, ദൈവരാജ്യ നിർമ്മാണത്തിന് അനുഗുണമല്ലാത്തത് ഒന്നും വിശ്വാസികളോ സഭാ നേതൃത്വത്തിലുള്ളവർ ഏറ്റെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഓനിയാസ് അത് ഏറ്റെടുക്കാത്തത്. ചന്തയിൽ ഇവിടുത്തെ ബലിക്ക് ഉപയോഗിക്കേണ്ട അല്ലാത്ത മൃഗങ്ങളെ ലേലം ചെയ്തു വെച്ചതുകൊണ്ട് ഓനിയാസിന് എന്താ നഷ്ടം? ശിമെയോൻ കരുതുന്നത് അങ്ങനെ ചെയ്യാമെന്ന. ഞാനൊരിക്കൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്ത ഒരാൾ അവിടുന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, എന്നെ അവർ അകാരണമായി പുറത്താക്കി. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ എന്താ ചെയ്തിരുന്നത്? ബുക്ക് സ്റ്റാളിൽ ഞാനായിരുന്നു ഇൻചാർജ്. ഞാൻ ചോദിച്ചു, ബുക്ക് സ്റ്റാളിൽ എന്തെങ്കിലും തെരുവ് നടത്തിയോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ പറയാം? ഇനി ഞാൻ ചുരുക്കി പറയുകയാണ്. അവിടെ ഫ്രെയിംസ് വിൽക്കും. ഈശോയുടെ രൂപം, മാതാവിൻ്റെ രൂപം, അല്ലെങ്കിൽ അന്ത്യത്താഴത്തിൻ്റെ രൂപം, എണ്ണ വിൽക്കും. അപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ അവരൊരുക്കി വെച്ചിരിക്കുന്ന 100 കുപ്പി എണ്ണയുണ്ടെങ്കിൽ ഇയാൾ രഹസ്യമായി അയാളുടെ ഏജൻറ്റ് ഒരു 100 കുപ്പി കൊണ്ടു കൊടുക്കും. ആ ഏജൻറ്റ് ഫ്രെയിമും കൊണ്ടു കൊടുക്കും. എന്നിട്ട് അതിലൂടെ കിട്ടുന്ന ഈ വിറ്റ് കിട്ടുന്ന ലാഭത്തിൻ്റെ 50-50 രണ്ടുപേരും എടുക്കും. ഈ ഏജൻറ്റും എടുക്കും, ഇയാളും എടുക്കും. അപ്പോൾ ഇയാൾ എന്നോട് പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ധ്യാന കേന്ദ്രത്തിന് എന്താ നഷ്ടം? നീ സത്യസന്ധതയില്ലാതെ കള്ളത്തരം കാണിച്ചു, ഒരു വലിയ വഞ്ചനയാണത് എന്ന് അവനോട് ഞാൻ പറഞ്ഞിട്ട് അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൻ്റെ ധാർമ്മികത മറ്റൊന്നാണ്. ഇതാണ് വലിയൊരു കുഴപ്പം. ദൈവീകത ഇല്ലാത്ത ധാർമ്മികത അതുണ്ടാകും. അത് ചിലപ്പോൾ ഈ വിശ്വാസം, ആത്മീയത അതില്ലാത്തവരുടെ ധാർമ്മികതയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ നിന്നൊക്കെയാണ് എൻഡ് ജസ്റ്റിഫൈസ് മീൻസ് എന്നുള്ള ആ ഒരു ശൈലിയൊക്കെ ഉണ്ടാകുന്നത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ലക്ഷ്യം നേടാൻ, ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഏത് മാർഗം വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുള്ള ഒരു ശൈലി വരും. ഈശോ പഠിപ്പിച്ചത് അങ്ങനെയല്ല, ഗാന്ധിജി പഠിപ്പിച്ചത് അങ്ങനെയല്ല. ലക്ഷ്യം പോലെ തന്നെ മാർഗവും ശുദ്ധമായിരിക്കണമെന്ന്. ഇവിടെയാണ് പല പ്രത്യയശാസ്ത്രങ്ങളും കെട്ടടിഞ്ഞു വീഴുന്നതും. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്യം പോലെ തന്നെ മാർഗവും ശുദ്ധമായിരിക്കണം. ഓനിയാസ് പറഞ്ഞു പറ്റില്ല. ശിമെയോൻ പറഞ്ഞു, അതിനെന്താണ് കുഴപ്പം? ഓനിയാസ് വഴങ്ങാത്തതിനാൽ ശിമെയോൻ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും അധിപതിയും താർസൂസുകാരനുമായ അപ്പോളിയൂസിനെ സമീപിച്ചു. ജെറൂസലേമിലെ ഭണ്ഡാരം കണക്കില്ലാത്ത പണം കൊണ്ട് നിറഞ്ഞെന്നും അത് ബലിയർപ്പണത്തിൻ്റെ ഇനത്തിൽപ്പെടുന്നതല്ലെന്നും രാജാവിൻ്റെ നിയന്ത്രണത്തിൽ വരുത്താൻ കഴിയുമെന്നും അവൻ അറിയിച്ചു. ഈ ജെറൂസലേം ദൈവാലയത്തിലെ ട്രഷറിയിലുള്ള പണം അത് രാജാവിന് എടുക്കാം, രാഷ്ട്രത്തിൻ്റെ സമ്പത്താക്കി മാറ്റാം എന്ന് ഈ യഹൂദരിൽപ്പെട്ട അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായ കാര്യവിചാരിപ്പുകാരനായ ശിമെയോൻ അറിയിക്കുന്നു അപ്പോളിയോനുസിനെ. രാജാവിനെ സന്ദർശിച്ച് അപ്പോളിയോനുസ് ഈ പണത്തെപ്പറ്റി തനിക്ക് കിട്ടിയ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ രാജാവ് പണം എടുത്തു മാറ്റുന്നതിന് തൻ്റെ കാര്യസ്ഥനായ ഹെലിയോദോറസിനെ രാജാവ് നിയോഗിച്ചു. ഹെലിയോദോറസ് ഉടൻ തന്നെ ദക്ഷിണ സിറിയയിലെയും ഫെനീഷ്യയിലെയും നഗരങ്ങൾ പരിശോധിക്കാനെന്ന ഭാവേന പുറപ്പെട്ടു. രാജകൽപ്പന നടപ്പിലാക്കുകയായിരുന്നു അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം. ജെറൂസലമിലെത്തിയപ്പോൾ പ്രധാന പുരോഹിതൻ അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിച്ചു. ആഗമന ഉദ്ദേശം അറിയിച്ചതിന് ശേഷം അവൻ തനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് ആരാഞ്ഞു. വിധവകളുടെയും അനാഥരുടെയും നിക്ഷേപങ്ങളും തോബിയാസിൻ്റെ പുത്രൻ ഉന്നസാനിയനുമായ ഹിർക്കാനോസിൻ്റെ നിക്ഷേപവും ചേർന്ന് മൊത്തം 400 താലന്ത് വെള്ളിയും 200 താലന്ത് സ്വർണ്ണമുണ്ടെന്ന് പ്രധാന പുരോഹിതൻ വിശദീകരിച്ചു. സത്യസന്ധമായ കാര്യം പറഞ്ഞു. അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് പണമാണ്. അതിന് ഒരു ചരിത്രം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഈ ദൈവാലയത്തിലെ ഭണ്ഡാരത്തിലെ പണം വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവിടെ നിക്ഷേപിച്ചതാണ്. ദുഷ്ടനായ ശിമെയോൻ വസ്തുതകൾ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. കണക്കറ്റ പണമുണ്ടെന്നാണ് പറഞ്ഞത്. കണക്കറ്റ പണമുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും സൂക്ഷിക്കണം. ഒരിക്കൽ ഞാൻ വിദേശ രാജ്യത്തൊരു ശുശ്രൂഷയ്ക്ക് പോയി. 1 മാസം വെച്ച് അവിടെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന് എൻ്റെ ധ്യാന കേന്ദ്രത്തിൽ അന്നൊരാൾ ഒരു സാമ്പത്തികമായ ഒരു വലിയ സഹായം തേടി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ വിദേശത്ത് പോയി വന്നതല്ലേ, അപ്പോൾ എനിക്ക് ബിസിനസ്സിലൊരു വലിയ തകർച്ച നേരിട്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ അച്ഛന് ഒന്ന് മറിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഞെട്ടി ഇയാളെ നോക്കി. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിരുന്ന ഈ സത്യക്രിസ്ത്യാനി എന്ന് അഭിമാനിച്ചിരുന്നയാൾ എങ്ങനെ ധൈര്യം വന്നു അയാൾക്ക് എന്നോട് ചോദിക്കാൻ? ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞേ? 50 ലക്ഷം രൂപ മറിക്കാൻ തരണമെന്നോ? ഞാൻ പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് പണമില്ല, ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ പണം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇത് ആ സ്ഥാപനത്തിൻ്റെ ശുശ്രൂഷയുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ പണമാണ്. 1. 2, ഇവിടെ പണമുണ്ട് എന്നുള്ളത് എങ്ങനെ ഒരു ധാരണ കിട്ടി? ഞാൻ ചോദിച്ചു, അതെന്താ ഇപ്പോൾ എന്നോട് പണം ചോദിക്കാൻ കാരണം? അച്ഛൻ വിദേശത്ത് പോയിട്ട് കോടികൾ കൊണ്ടുവന്നെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, കോടികളോ? അപ്പോൾ എന്നോട് പറഞ്ഞു, എന്തിനാ അച്ഛൻ എന്നോട് കൊണ്ട് പറയുന്നത്? നിങ്ങളൊക്കെ പോയിട്ട് കോടികൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു, ആരെയും ഞങ്ങൾ? അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ വളരെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു കൊച്ചുമാത്തച്ചനത്തിന് ഇത്തവണ പോയിട്ട് ഒരു 1-2 കോടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു മരം കുലുക്കുമ്പോൾ കുറേ ഡോളർ താഴെ വീഴും, വേറൊരു മരം കുലുക്കിയാൽ കുറേ പൗണ്ട് താഴെ വീഴും, വേറൊരു മരം കുലുക്കിയാൽ കുറേ യൂറോ വീഴും, അല്ലെങ്കിൽ ദിറംസ് വീഴും. അങ്ങനെയാണോ തിരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അയാളോട് പറഞ്ഞു, 34 ദിവസം ശുശ്രൂഷ ചെയ്തിട്ട് എനിക്ക് അവർ തന്നിരിക്കുന്നത് 1.5 ലക്ഷം രൂപയാണ്. ഞാൻ തുറന്നു പറഞ്ഞു, എൻ്റെ കൂടെ വന്നിരിക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഞാൻ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ തുകയാണ്. അപ്പോൾ എന്നോട് പറയാ, ഇത് ആരോടാ അച്ഛൻ ഈ പച്ചക്കള്ളത്തരം പറയുന്നത്? അതായത് യാതൊരു സത്യവുമില്ലാത്ത ഇതുപോലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ചിലർക്കൊരു മടിയില്ല. അപ്പൊ ഇവിടെ കണക്കറ്റ സമ്പത്തുണ്ടെന്ന് ശിമെയോൻ രാജാവിനെ അറിയിച്ചത് കാര്യവിചാരിപ്പുകാരനാന്ന് ഓർക്കണം. ഭണ്ഡാരത്തിൽ പണമുണ്ടെന്ന് അറിയാം, പക്ഷേ ഓനിയാസ് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു. ഓനിയാസ് പറഞ്ഞു, 400 താലന്ത് വെള്ളിയും 200 താലന്ത് സ്വർണ്ണം ഇവിടെയുണ്ട്. വിധവകളുടെ അനാഥരുടെയും നിക്ഷേപങ്ങൾ, തോബിയാസിന്റെ പുത്രൻ ഉന്നസാനിയനുമായി ഹിർക്കാനൂസിന്റെ നിക്ഷേപം. അതിനൊരു ചരിത്രം കിടപ്പുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ കൂടി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ദുഷ്ടനായ ശിമെയോൻ വസ്തുതകൾ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലോകം മുഴുവൻ ആദരിക്കുന്ന ദൈവാലയത്തിൻ്റെ പവിത്രതയിലും അഭംഗുരതയിലും ആ സ്ഥലത്തിൻ്റെ പരിശുദ്ധിയിലും വിശ്വാസം അർപ്പിച്ചിരുന്ന ജനത്തോട് തെറ്റ് ചെയ്യുക അസാധ്യമാണെന്ന് ഓനിയാസ് പറഞ്ഞു. ഇവിടെ പണം ഏൽപ്പിച്ചിരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ രാജ ഭരണാധികാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനോ അല്ല, ദൈവ ശുശ്രൂഷയ്ക്കാണ്, വിധവകൾക്കും അനാഥർക്കും ശുശ്രൂഷ ചെയ്യാനാണെന്ന് ഓനിയാസ് പറഞ്ഞു. എന്നാൽ രാജകൽപ്പനയുള്ളതിനാൽ പണമെല്ലാം രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടേണ്ടതാണെന്ന് ഹെലിയോദോറസ് പറഞ്ഞു. ഇനി ആണ് നമ്മുടെ ഈ നോമ്പുകാല ധ്യാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക്, ചിന്തയിലേക്ക്, ധ്യാനത്തിലേക്ക് വരുന്നത്. ഇത്രയും നേരം ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതാണ്. പല വിധത്തിലുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ സഭയിലുണ്ട്, കത്തോലിക്ക സഭയിലുണ്ട്. ഞാൻ കേരള സഭ മാത്രമല്ല ഉദ്ദേശിക്കുക, സീറോ മലബാർ സഭ മാത്രമല്ല, കത്തോലിക്ക സഭയിലുണ്ട്. വിദേശ രാജ്യത്തൊരിടത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ 7 പേരുടെ ഒരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടു. അവർ കഴിഞ്ഞ 1 വർഷമായിട്ട് ദിവസം 1 നേരം മാത്രം ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള സമയത്ത് ഭക്ഷണത്തിൻ്റെ പണം അവരുടെ വരുമാനത്തിൽ നിന്നെടുത്ത് മാറ്റിവെച്ചിട്ട് ആഫ്രിക്കയിലുള്ള ഒരു രാജ്യത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. 7 പേരും. അവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരു 30 പേരുടെ ഗ്രൂപ്പുണ്ട്. അവർക്ക് ഉപവാസം പറ്റില്ല, അവർ രോഗികളൊക്കെയാണ്, പക്ഷെ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്കും ദശാംശമായിട്ട് ഇവർ ഏൽപ്പിക്കും. ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ആരാഞ്ഞപ്പോൾ അവർ കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞു, ഇവിടെയുള്ള കുറേ വൈദികർ കത്തോലിക്ക തിരുസഭയുടെ വൈദിക ബ്രഹ്മചര്യം തുടങ്ങിയ കാര്യങ്ങളിൽ അത്ര സപ്പോർട്ടില്ല. സ്വവർഗ വിവാഹം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് വ്യത്യസ്തമായ ഒരു ബോധ്യമുണ്ട്. അവരങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. കുർബാന അർപ്പണം തുടങ്ങി കൂദാശ പരികർമ്മങ്ങളിലൊക്കെ അവർ ശ്രദ്ധാലുക്കളല്ല. അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഉപവസിക്കുന്നതും ഞങ്ങൾ മറ്റു പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിരിക്കുന്നതും. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ആ 7 പേരും പറഞ്ഞു, ഞങ്ങൾ 3 പേര് ദമ്പതികളാണ്, ഒരാൾ വിധവയാണ്. ഈ 3
ദമ്പതികളും അധികം പ്രായമുള്ളവരല്ല, 40 വയസ്സിന് താഴെയുള്ളവരാണ്. ഒരാൾ മാത്രം 50 വയസ്സെടുത്തു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിൻ്റെ, ശാരീരിക ബന്ധത്തിൻ്റെ സുഖാസ്വാദനങ്ങൾ വേണ്ടെന്ന് വെച്ച് അവർ ജീവിക്കുക. എന്തിനെന്നറിയോ? സമർപ്പണം നടത്തിയ വിശുദ്ധരായിരിക്കേണ്ട വൈദികർ കുറേ പേര് തെറ്റായിട്ട് അവരുടെ ബോധ്യങ്ങളും ധാരണകളും അനുസരിച്ച് ജീവിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നത് കണ്ടപ്പോൾ ഹൃദയം നൊന്തുരുകി തമ്പുരാൻ്റെ വേദന ഉള്ളിൽ സംഭവിച്ചുകൊണ്ട് അവർ വലിയ പരിത്യാഗ നിർഭരമായ ഒരു ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. അവരധികം വർത്തമാനം പറയില്ല, നിരന്തരം പ്രാർത്ഥനയിലാണ്. അവർക്ക് വിശുദ്ധനായ ഒരു സന്യാസ വൈദികൻ അവരുടെ സന്യാസ ഭവനത്തിൻ്റെ ദൈവാലയത്തിൽ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛനും കൂടും. അച്ഛൻ വൃദ്ധനായൊരു പുരോഹിതനാണ്. ഇവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത്, ഇന്ന് ലോകമെമ്പാടും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഗ്രൂപ്പുകളെ സംഘടിപ്പിക്കേണ്ട സമയമാണിത്. കേരള സഭ അതിനുവേണ്ടി തയ്യാറായാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നടക്കും. ഞാൻ ഈ ഷെക്കിന ടെലിവിഷൻ്റെ ഈ കേന്ദ്ര ഓഫീസിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ദിവ്യകാരുണ്യ നാഥൻ ഇരിക്കുന്ന ആ ചാപ്പലിൻ്റെ മുൻപിൽ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീ കത്തുകയാണ്. കാരണം എന്താണെന്നറിയോ? ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷയും ശുശ്രൂഷകരും ഈ ആലയവും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും തീ പടരുകയാണ്. അത്ര ശക്തമാണ് ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന, അത്ര ശക്തമാണ് ജപമാല പ്രാർത്ഥന, അത്ര ശക്തമാണ് ഉപവാസത്തിലുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ധ്യാനത്തിൽ ഈ ഓനിയാസ് ചെയ്ത ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പോവുക. അവൻ ഒരു ദിവസം നിശ്ചയിച്ച നിക്ഷേപ പരിശോധനയുടെ മേൽനോട്ടം വഹിക്കാൻ അകത്ത് പ്രവേശിച്ചു. നഗരം ദുഃഖത്തിലാണ്ടു. പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന് മുൻപിൽ സാഷ്ടാംഗം വീണ് നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയ ദൈവത്തോട് അവൻ നിക്ഷേപകർക്കായി കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പ്രധാന പുരോഹിതരും അവര് ശിമയോനെ മർദ്ദിക്കാൻ പോയില്ല, ശിമയോനെതിരെ ദുഷ്പ്രചരണത്തിന് പോയില്ല, അവര് ഹെലിയോദോറസിനെ കളിപ്പിക്കാനൊന്നും ചെയ്തില്ല, അവര് അപ്പോളോന്യൂസിനെ വിവരം അറിയിക്കാൻ വേണ്ടി അങ്ങോട്ട് സംഘത്തെ ഒന്നും അയച്ചില്ല. അപ്പോളോന്യൂസിനെയും ഹെലിയോദോറസിനെയും ശിമയോനെയും നിയന്ത്രിക്കാൻ കൽപ്പുള്ളവനായ തമ്പുരാന്റെ തിരുമുമ്പിലേക്ക് അവർ വന്നു. ദൈവാലയത്തിൽ അവർ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് നിലം പറ്റ കമിഴ്ന്ന് കിടന്ന് സാഷ്ടാംഗം പ്രണമിച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ നേർച്ചപ്പണത്തെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുത്. ഇവിടെ പണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കരുതി നമ്മൾ അതിനെ അത്ര നെഗറ്റീവായിട്ട് കാണണ്ട. അത് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ പാവങ്ങളെ സഹായിക്കാനും ശുശ്രൂഷകൾക്കുമായിട്ടുള്ള പണം, അത് അന്യാധീനപ്പെടാൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസം. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു നടപടി വരുന്നത്. അതവരുടെ ആത്മീയതയുടെയും ആത്മാർത്ഥതയുടെയും തെളിവായിരുന്നു. 18-ാമത്തെ വചനം, 2 മക്കബായർ 3-ാം അധ്യായം. വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു. തിരുസഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ, തിരുസഭയെ തകർക്കാൻ അകത്തുനിന്ന് പുറത്തുനിന്ന് ശത്രുക്കൾ സകല ആയുധങ്ങളുമായിട്ട് ഇറങ്ങുമ്പോൾ വിശ്വാസികൾ എന്താ ചെയ്യേണ്ടത്? ദൈവമക്കൾ എന്താ ചെയ്യേണ്ടത്? ദൈവദാസൻ എന്താ ചെയ്യേണ്ടത്? അഭിഷിക്തൻ എന്താ ചെയ്യേണ്ടത്? സമർപ്പിതൻ എന്താ ചെയ്യേണ്ടത്? അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സ്ത്രീകൾ ചാക്കൊടുത്ത തെരുവീഥികളിൽ തടിച്ചുകൂടി വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞത് കന്യകമാരിൽ ചിലർ മതിലിലേക്കും ചിലർ കവാടങ്ങളിലേക്ക് ഓടി. എല്ലാവരും, 20-ാം വചനം, എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഈ നോമ്പ് കാലത്ത് ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ ഒരു ശുശ്രൂഷ ക്രമീകരണത്തിലേക്ക്, ഒരു കൃപാ വളർച്ചയിലേക്ക്, ഒരു നവമായ ചൈതന്യമുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മുടെ സഭാ സമൂഹം വളരുകയും ഉയരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പിശാച് വിജയിക്കില്ല. സത്യമായും ദൈവം വിജയിക്കും, ദൈവമക്കൾ വിജയിക്കും. പിശാചിന് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റും, പീഡിപ്പിക്കാൻ പറ്റും, പക്ഷെ നശിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ 1 യോഹന്നാൻ 4:4 പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്.
ഉള്ളിൽ ഈശോ ആണ് ഉള്ളത്. നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ട്. അതുകൊണ്ട് ഈശോയുടെ തിരുസാന്നിധ്യം ഉള്ളിൽ വഹിക്കുന്ന എല്ലാവരും, യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിതം നയിക്കുന്ന എല്ലാവരും, ദൈവത്തിൻ്റെ മഹത്വം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ശുശ്രൂഷ എന്ന എല്ലാവരും ഇത് തന്നെ ചെയ്യണം. എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഒത്തിരി സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഞാൻ ഈ വചനഭാഗം ഒന്ന് പൂർത്തിയാക്കട്ടെ. ജനം ഒരുമിച്ച് സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഉത്കണ്ഠയാർന്ന മഹാപുരോഹിതൻ കഠിനവേദന അനുഭവിക്കുന്നു. അതിദയനീയമായ കാഴ്ചയായിരുന്നു. വിശ്വസിച്ചേൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണമേ എന്നവർ സർവശക്തനായ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹെലിയോദോറസ് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ച് സകല ശക്തികളെ സാമ്രാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തായ ശക്തി പ്രകടിപ്പിച്ചു. ഹെലിയോദോറസിനെ അനുഗമിക്കാൻ ധൈര്യം കാണിച്ചവർ ദൈവത്തിൻ്റെ ശക്തി ദർശിച്ചു. സ്തബ്ധരും ഭയചകിതരുമായി. പ്രൗഢമായ കോപ്പുകൾ അണിഞ്ഞ ഒരു കുതിര ഭയാനകമായ മുഖപാപമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഹെലിയോദോറസിന് നേരെ കോപാവേശത്തോടെ പാഞ്ഞു ചെന്നു. മുൻകാലികൾ കൊണ്ട് അവനെ തൊഴിച്ച് കുതിരപ്പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള പടച്ചട്ടയും ആയുധങ്ങളും ധരിച്ചിരുന്നതായി കാണപ്പെട്ടു. സാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരമായ 2 യുവാക്കൾ മനോഹര വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹെലിയോദോറസിന്റെ ഇരുവശങ്ങളിൽ അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതായി കാണപ്പെട്ടു. അവൻ പെട്ടെന്ന് നിലംപതിച്ചു. അന്ധകാരം അവനെ മൂടി. അനുയായികൾ വന്ന് അവനെ എടുത്ത് മഞ്ചത്തിൽ കിടത്തി. അവർ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി വലിയ അകമ്പടിയോടും അംഗരക്ഷകരോടും കൂടെ മേൽപ്പറഞ്ഞ ഭണ്ഡാരത്തിൽ സമീപിച്ച് ഇവൻ ഇപ്പോൾ തന്നെ തികച്ചും നിസ്സഹായനായി തീർന്നു. അവർ ദൈവത്തിൻ്റെ പരമമായ ശക്തി ദർശിച്ചു. ദൈവത്തിൻ്റെ കരമേറ്റ് സംസാര ശക്തി നഷ്ടപ്പെട്ട അത് വീണ്ടു കിട്ടുമെന്ന പ്രതീക്ഷയേറ്റ ഹെലിയോദോറസ് നിലത്ത് വീണ് കിടക്കുമ്പോൾ സ്വന്തം ആലയം രക്ഷിക്കാൻ അത്ഭുതകരമായി പ്രവർത്തിച്ച കർത്താവിനെ യഹൂദജനം വാഴ്ത്തി. അല്പസമയം മുൻപ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റുനിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതിനാൽ ആഹ്ലാദം അലതല്ലി. അന്ത്യശ്വാസം വലിക്കുകയായിരുന്ന ഹെലിയോദോറസിന്റെ ജീവന് വേണ്ടി അത്യുന്നതനോട് പ്രാർത്ഥിക്കാൻ അവൻ്റെ മിത്രങ്ങളെ സെലോനിയാസിനോട് അഭ്യർത്ഥിച്ചു. യഹൂദർ ഹെലിയോദോറസിനെ പ്രതി ഹെലിയോദോറസിനെതിരെ ചതി പ്രയോഗിച്ചെന്ന് രാജാവ് വിചാരിച്ചേക്കുമോ എന്ന് ഭയന്ന് പ്രധാന പുരോഹിതൻ അവൻ്റെ സുഖപ്രാപ്തിക്കായി ബലിയർപ്പിച്ചു. പ്രധാന പുരോഹിതൻ പരിഹാര ബലി അർപ്പിക്കുമ്പോൾ അത് യുവാക്കന്മാർ വിഭൂഷണങ്ങൾ അണിഞ്ഞ് ഹെലിയോദോറസിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: പ്രധാന പുരോഹിതനായ ഓനിയാസിനോട് നന്ദിയുള്ളവനായിരിക്കുക. അവനെ പ്രതിയാണ് കർത്താവ് നിന്റെ ജീവൻ രക്ഷിച്ചത്. ദൈവത്താൽ പ്രകീർത്തിക്കപ്പെട്ട നീ അവിടുത്തെ മഹത്തായ ശക്തി ലോകം മുഴുവൻ അറിയിക്കുക. ഇത് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷരായി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ചങ്കില് ഒരു 1000 സൂര്യൻ വിരിഞ്ഞു നിൽക്കുന്ന ശക്തിയോടെ, ആ അനുഭവത്തോടെ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഈ വിഷയം പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ തമ്പുരാൻ എന്നെ അതിശക്തമായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം സഭ നേരിടുന്ന പ്രതിസന്ധിയിൽ, ഈ പ്രതികൂല സാഹചര്യത്തിൽ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഓനിയാസിനെ പോലെയും പുരോഹിതന്മാരെ പോലെയും ഭക്തസ്ത്രീകളെ പോലെയും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, കരങ്ങൾ ഉയർത്താൻ, മനവും ഹൃദയവും ഉയർത്താൻ തയ്യാറുള്ളവരുടെ എണ്ണം പെരുകണം. ഈ ധ്യാനത്തിൻ്റെ 1-ാം ദിവസം ധ്യാനത്തിൽ തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് വരാൻ ഞാനും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള പ്രാർത്ഥന മാത്രമല്ല, നമുക്ക് വേറെ ഒത്തിരി മാർഗങ്ങളുണ്ട്. വീട്ടിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വീട് പോലും ദൈവാലയമാക്കി മാറ്റി തമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ചു തരും. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ. തളർന്നു കിടക്കുന്നവർക്കും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവർക്കും യാത്രയിലായിരിക്കുന്നവർക്കും വിദൂരങ്ങളായിരിക്കുന്നവർക്കും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കുമുള്ള ദൈവത്തിൻ്റെ ഒരു സന്ദേശമാണിത്, വെളിപാടാണിത്. ഈശോയെ, ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെ ഇപ്പം അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധകരം ഈ ദാസരുടെ ശിരസിൽ ഇപ്പോൾ വയ്ക്കണമേ. ഓനിയാസ് എന്ന മഹാപുരോഹിതൻ്റെ വിശുദ്ധിയുള്ള ജീവിതം, സാക്ഷ്യമുള്ള ജീവിതം ഞങ്ങളുടെ മുമ്പിൽ ഇതാ തെളിഞ്ഞു നിൽക്കുന്നു. കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തര്, വിശ്വാസികളെല്ലാവരും തന്നെ സ്വീകരിക്കേണ്ട ഉത്തമ മാതൃക ഞങ്ങൾ ഇന്ന് ബൈബിളിൽ കണ്ടു. എങ്ങനെയാണ് പ്രശ്ന പരിഹാരത്തിനായിട്ട് ദൈവജനം പരിശ്രമിക്കേണ്ടതെന്ന് ഞങ്ങൾക്കിന്ന് മനസ്സിലായി. ഈശോയെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും, ഇത് ഓൺലൈനായിട്ടോ പിന്നീട് യൂട്യൂബിലോ ഷെക്കിന ടെലിവിഷൻ ചാനലിലെ സംപ്രേഷണ സമയത്ത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും
ഈ തിരുവചനത്തിൻ്റെ അന്തരാർത്ഥം ഗ്രഹിച്ച് ഇതിലുള്ള ആത്മീയ അഭിഷേകം പ്രാപിച്ച് ശക്തരും ദൈവദാസരും ശുശ്രൂഷകരുമായി മാറുന്ന അത്ഭുതം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ നേരവും സ്തുതി പാടും ഓസ്തിയിൽ വാഴുന്ന യേശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ഓസ്തിയിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീർന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീർന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിനലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാ ചേർന്ന് പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിനലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി പാടാം. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിനലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, ദിവികാരുണ്യനാഥ, ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് അങ്ങ് വരണമേ. ഇരുട്ട് നിറഞ്ഞ ഞങ്ങളുടെ ജീവിതപാതകളിൽ പ്രകാശമായി അങ്ങ് ഇപ്പോൾ തെളിയണമേ. അനേകം പ്രശ്നങ്ങൾ, അനേകം സങ്കീർണതകൾ, അനേകം പ്രതികൂല സാഹചര്യങ്ങൾ, ഇതൊക്കെ അഭിമുഖീകരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ കൃപയൊഴുക്കാൻ അങ്ങ് കടന്നു വരണമേ. ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്കെല്ലാം ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നി, അലിവ് തോന്നി ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. യേശോയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. നന്ദി യേശുവേ, സ്തോത്രം യേശുവേ, നന്ദി. ഹല്ലേലൂയ, നന്ദി യേശുവേ, നന്ദി. ഉള്ളൊന്നു തുറന്ന തിരുവാസമീക ആത്മാവാതിലിൽ വന്ന് മുത്തുന്ന നേരം. ഉള്ളൊന്നു തുറന്ന തിരുവാസമീക ആത്മാവാതിലിൽ വന്ന് മുത്തുന്ന നേരം. ആ ദിവ്യ സ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആ ദിവ്യ സ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ സ്വരമുയർത്തി നമുക്ക് പാടാം. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിൽ
ചേർന്ന് പാടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആബാ പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോ മഹേശ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാവനാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവിൻ കോവിലിൽ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മനസ്സിന്റെ പുൽക്കൂട്ടിൽ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആയിരം ആയിരം ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, കോടാനുകോടി ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാം. അവിടുന്ന് ദാനമായി നൽകിയ ജീവിതം ദാനമായിട്ട് കിട്ടിയതല്ലാതെ മറ്റൊന്നും സ്വന്തമായിട്ടില്ല. 1 കൊരിന്തോസ് 4:7. നമ്മുടെ കഴിവുകൾ, നമ്മുടെ നേട്ടങ്ങൾ, ജീവിത സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ ബുദ്ധി വൈഭവങ്ങൾ, നമ്മുടെ ടാലൻസ്, നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന നേട്ടങ്ങളെല്ലാം തന്നെ അവിടുത്തെ ദാനമാണ്. നമുക്കുണ്ടായ പല പരാജയങ്ങളും നമ്മുടെ പാപത്തിൻ്റെ ഫലമായി വന്നതാണ്. പക്ഷെ അവിടുന്ന് പരാജയപ്പെട്ട ഒരാളെ പോലും ഉപേക്ഷിക്കുന്നില്ല. കൈപിടിച്ച് ഉയർത്തുന്നവനാണ് ആ കർത്താവ്. ഇതാ നമ്മുടെ മുമ്പിൽ തിരുവോസ്തുരൂപനായ ഈശോ എഴുന്നള്ളിയിരുന്ന് നമ്മെ എല്ലാവരും ഈ നോമ്പ് കാലത്ത് പ്രത്യേകമായി കൃപയിൽ നിലനിൽക്കാനും വളരാനും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ട അനുഗ്രഹങ്ങൾ നൽകാൻ, ആശീർവാദം നൽകാൻ ഇതാ ഈശോ ഇതാ അൾത്താരയിൽ ഈ അരുളിക്കയിൽ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോയുടെ സാന്നിധ്യത്താൽ, അവിടുത്തെ അഭിഷേകത്താൽ നമ്മളെല്ലാവരും നിറയട്ടെ. അവിടുത്തെ ആശീർവാദം നമ്മുടെ ജീവിതം മുഴുവനെ പ്രകാശിപ്പിക്കട്ടെ. നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാം, അൾത്താരയിലെന്നെ ബലിയായി നൽകാം. ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാം, അൾത്താരയിലെന്നെ ബലിയായി നൽകാം. ഒരിക്കൽ കൂടെ പാടാം. ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാം, അൾത്താരയിലെന്നെ ബലിയായി നൽകാം. ആ സ്നേഹബലി ഞാൻ പൂർത്തിയാക്കും നേരം നിൻ പൊൻകിരീടം ഞാൻ സ്വീകരിക്കാം. ആ സ്നേഹബലി ഞാൻ പൂർത്തിയാക്കും നേരം നിൻ പൊൻകിരീടം ഞാൻ സ്വീകരിക്കാം. ഏറ്റുപാടാം നമുക്ക്. ആ സ്നേഹബലി ഞാൻ പൂർത്തിയാക്കും നേരം നിൻ പൊൻകിരീടം ഞാൻ സ്വീകരിക്കാം. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ആരാധ്യനാഥ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ പൂർണ്ണമായി നൽകുന്നിതാ ഹല്ലേലൂയ ഹല്ലേലൂയ ആശീർവദിക്കണേ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹം ചൊരിയണേ മിശിഹായേ ഹല്ലേലൂയ ഹല്ലേലൂയ ബന്ധനമഴിക്കണേ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ രോഗങ്ങൾ മാറ്റണേ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ദുരിതങ്ങളകറ്റണേ തമ്പുരാനേ ഹല്ലേലൂയ ഹല്ലേലൂയ കണ്ണീർ തുടയ്ക്കാൻ നീ വരണേ ഹല്ലേലൂയ ഹല്ലേലൂയ കഥനമകറ്റാൻ വേഗം വരണേ ഹല്ലേലൂയ ഹല്ലേലൂയ ദുരിതങ്ങൾ നീക്കാൻ ഈശോ വരണേ ഹല്ലേലൂയ ഹല്ലേലൂയ പാപം പൊറുക്കാൻ ഈശോ വരണേ ഹല്ലേലൂയ ഹല്ലേലൂയ നിത്യകിരീടം നീ നൽകുകില്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗീയ സിയോനിൽ ചേർക്കുകില്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ നിത്യാനന്ദം നീ നൽകുകില്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വത്തിൽ ഞങ്ങളെ ചേർക്കുകില്ലേ ഹല്ലേലൂയ 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 ആരാധ്യനാഥ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിൻ കോവിലിൽ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മാനസ പുൽക്കൂട്ടിൽ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ പൂർണ്ണമായി നൽകുന്നിതാ ഹല്ലേലൂയ ഹല്ലേലൂയ ആശീർവദിക്കണേ മിശിഹായേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഇടത് കൈ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ എവിടെ ഇരുന്നാണ് ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നതെങ്കിലും ഒരുപക്ഷെ ലൈവായിട്ട് ഷെക്കിന ടെലിവിഷനിലൂടെ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുകയായിരിക്കാം, പിന്നീട് യൂട്യൂബിലൂടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയായിരിക്കാം. എങ്ങനെയായിരുന്നാലും സത്യമായി നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ എവിടെ ഇരുന്ന് ആ ശുശ്രൂഷ പങ്കെടുത്താലും
ചിലപ്പോൾ കിടപ്പ് രോഗികളായിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ യാത്രയിലായിരിക്കുന്ന വേളയിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വിശ്രമ മുറിയിലോ നിങ്ങളുടെ സ്വീകരണ മുറിയിലോ ആയിരിക്കാം. എവിടെ ആയിരുന്നാലും ഇപ്പോൾ ഈ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന തിരുവോസ്തുരൂപനായ ഈശോ അതേ ശക്തിയോടെ നിങ്ങളുടെ തൊട്ടടുത്ത സാന്നിധ്യമായി കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. വിശ്വസിക്കുക. ഈശോ നിങ്ങളുടെ സമീപത്തേക്ക് ഇതാ കടന്നു വരുന്നു. ഈ നോമ്പ് കാലത്ത് നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നവരാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, കരുണാവാരിധിയായ കരുണാസമുദ്രമായ കർത്താവ് അവിടുത്തെ കരുണയുടെ സമുദ്രത്തിൽ നമ്മളെ മുക്കിയെടുക്കുകയാണ്. ഈശോയുടെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യത തന്നെ അവിടുത്തെ തിരുരക്തക്കടലിൽ നമ്മളെ മുക്കിയെടുക്കുകയാണ്. അപ്പോൾ അവിടെ 2 അത്ഭുതങ്ങൾ ഉണ്ടാകും. ഒന്ന്, നമ്മിലുള്ള പാപത്തിൻ്റെ ഫലമായി വന്ന പൈശാചികത അത് നീങ്ങിപ്പോകുന്നു. 2, ഈശോമിശിഹായുടെ പാപപരിഹാര ബലിയിലൂടെ ഉണ്ടായ അനന്ത കൃപയുടെ പ്രവാഹം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ആത്മശരീര മനസ്സുകൾ, നമ്മുടെ ബുദ്ധി, പഞ്ചേന്ദ്രിയങ്ങൾ, വികാര വിചാരങ്ങൾ, ഭാവനകൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടായ്മകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും. ജീവിതാന്തസ്സിന് അനിവാര്യമായ കൃപകൾ ആ നിമിഷം ഈശോ തരും. പൗരോഹിത്യ, സന്യാസ, കുടുംബജീവിത അവസ്ഥകളിൽ കഴിയുന്നവരെ ഈശോ ആശീർവദിച്ചുകൊണ്ടിരിക്കുക. ഈശോയെ, ലോകത്തിലെ 800 കോടി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. 200-ൽ പരം വരുന്ന രാഷ്ട്രങ്ങളിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുർക്കിയിലും സിറിയയിലും ഭൂകമ്പത്തിനിരയായി സഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ തിരുമുമ്പിലേക്ക് ഉയർത്തുന്നു. ആ ഭൂകമ്പത്തിൽ മരണമടഞ്ഞ ആയിരങ്ങളെ, 10,000-ങ്ങളെ തിരുമുമ്പിലേക്ക് ഉയർത്തുന്നു. കർത്താവെ, ആ ജനതകളോട് കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രകൃതിക്ഷോഭം മൂലം ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളിപ്പം പ്രാർത്ഥിക്കുന്നു. വലിയ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും കഴിയുന്നവർ, പ്രതികൂല കാലാവസ്ഥയിൽ ഞെരുങ്ങുന്നവർ, അതുപോലെ മുന്നോട്ട് പോകാനാകാതെ വലയുന്നവർ, അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക തിരുസഭ മുഴുവനെയും, സകല കത്തോലിക്ക വിശ്വാസികളെ, സകല ക്രൈസ്തവ വിശ്വാസികളെ, എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവരും തിരുമുമ്പിലേക്ക് ഉയർത്തുന്നു. നാനാജാതി മതസ്ഥര എല്ലാവരെയും ഞങ്ങൾ തിരുമുമ്പിലേക്ക് കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വിഘടിച്ചും ഭിന്നിച്ചും കലഹിച്ചും കഴിയുന്ന സഭാഗാത്രത്തിലെ അംഗങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലവിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണക്കാരായവരുടെ പാപകടങ്ങൾ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും നടപടികളും എടുക്കുന്നവരെ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും വിശുദ്ധീകരണത്തിനുവേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലണമേ. പിതാവായ ദൈവമേ, അങ്ങേ തിരുപുത്രനായ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. ആബാപിതാവേ, ഈശോയുടെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതയാൽ അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരെയും വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ആബാപിതാവേ, ഈശോ മിശിഹായുടെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതകളാൽ മാനവരാശി മുഴുവനെയും വിശുദ്ധീകരിക്കണമേ. ജനപദങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകരാഷ്ട്രങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂകമ്പമുണ്ടായ തുർക്കിയിലെ, സിറിയയിലെ ജനങ്ങളെയും അവിടെയുള്ള ഭരണാധികാരികളെയും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കത്തോലിക്ക സഭയെയും എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെയും എല്ലാ മതസ്ഥരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആശീർവദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അത്ഭുതകരമായ കൃപയൊടുക്കണമെന്ന് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അനുഗ്രഹം വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ, നന്ദി യേശുവേ, നന്ദി യേശുവേ, സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂഗണമീ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമീ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.